ഹായ് മക്കൾസ്, അപ്പോൾ എല്ലാവർക്കും ടെലിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഓണ പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റിലേഷൻസ് ഫങ്ഷൻസും ഇൻവേഴ്സ് ട്രിഗണോമെട്രി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്താണ്? മെട്രിസസ് ആണ്. ഏത് ചാപ്റ്റർ ആണ്? മെട്രിസസ് ആണ്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒത്തിരി ചോദ്യങ്ങളും ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ന് പറയുന്ന മെട്രിസസ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം, നമ്മൾ പണ്ട് കൊച്ചിലേക്ക് പഠിച്ച കുറേ കോൺസെപ്റ്റുകളുടെ സെയിം സാധനങ്ങൾ തന്നെയാണ്. ഒത്തിരി കാര്യങ്ങൾ വാസ്റ്റ് ആയിട്ട് നമുക്കുണ്ട്. ബട്ട് എന്നാലും ചോദ്യങ്ങളൊക്കെ ഒരേ സിമിലാരിറ്റി, ഒരേ പാറ്റേൺ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം മെട്രിസസിന്റെ ടോപ്പിക് വൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ തിയറി പാർട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോവാം. നമുക്ക് ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് പറയാം. അതിനുശേഷം പ്രീവിയസ് നമ്മൾ മുമ്പുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ 2024 സേ പിന്നെ ഏതാണ് 2023 ഓണപരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനെ ചാപ്റ്ററിനെ പറ്റി ഒരു തറോ ഐഡിയ കിട്ടും. ഇങ്ങനെയാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത്, എല്ലാ ഓണത്തിന്റെ സൂപ്പർ സീരീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നത്. എല്ലാ ചാപ്റ്ററും നമ്മൾ ഈ ഒരു സ്പീഡപ്പിലാണ് പോകുന്നത് അല്ലേ. അപ്പൊ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഈ ഒരൊറ്റ വീഡിയോ മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഈസി ആയിട്ട് മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുകയല്ലേ. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളുടെ ആദ്യം നമുക്ക് എന്താണ് മെട്രിസസ് എന്ന് പറഞ്ഞ് തുടങ്ങാം. മെട്രിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിനിമയിലും കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾ ഈ മെട്രിസസ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കോൺസെപ്റ്റ് ഒക്കെ കേൾക്കാറുണ്ട് അല്ലേ. എന്താണ്, മറ്റേ ഡോക്ടർ സ്ട്രേഞ്ച് ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ അകത്ത് മെട്രിസസിൻ്റെ അകത്തോട്ട് പോകുന്നതും എടുക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഒരു പല ഡിഫറെൻറ്റ് ഡയമെൻഷൻസിൽ പല അറേഞ്ച്മെന്റ്സിലേക്കാണ് അത് കൊണ്ടെത്തിക്കുന്നത് അല്ലേ. അപ്പോൾ മെട്രിസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ആണ്. അതെന്താണ്? അതൊരു റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആണ്. എന്തിൻ്റെയാണ്? ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. നമ്പേഴ്സിൻ്റെയോ ഫങ്ഷൻസിൻ്റെയോ ഒരു റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ്. നിങ്ങളുടെ ബുക്ക് ഷെൽഫ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. ബുക്ക് ഷെൽഫ് എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ ബോക്സ് പോലത്തെയാണ്. അതിൽ പല തട്ടുകളുണ്ട്, പല കോളം ഉണ്ട്, പല റോ ഉണ്ട്. അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ബുക്സുകൾ അടുക്കും അല്ലേ. ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, മെട്രിസസ് എന്ന് പറയുന്നത്. ആ ഒരു മെട്രിസസ് എന്ന് പറയുന്ന ഒരു ടേബിൾ ലൈക്ക് സ്ട്രക്ചർ ആണ്. അതിൽ റോസ് ഉണ്ടാകും, കോളംസ് ഉണ്ടാകും. അവിടെയൊക്കെ നമ്മൾ എന്തിനടുക്കും? നമ്പേഴ്സിനെയോ ഫങ്ഷൻസിനെയോ അറേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, മെട്രിസസ് എന്ന് പറയുന്നത്. The numbers or functions are called the elements or entries of the matrices. ഓക്കെ, ആ മെട്രിക്സിന്റെ എലമെന്റുകൾ അല്ലെങ്കിൽ എൻട്രീസ് എന്നാണ് നമ്മൾ എന്തിനാ പറയുന്നത്, അതിലുള്ള ഓരോ നമ്പറുകളെയോ അല്ലെങ്കിൽ ഫംഗ്ഷനെയോ ഒക്കെ പറയുന്നത്. അപ്പൊ ബേസിക് കോൺസെപ്റ്റ് എന്താണ് മെട്രിസസ് എന്നുള്ള ബേസിക് കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അതൊരു റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആണ്. റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ റെക്ടാങ്കിൾ ആകുമ്പോൾ അതിന് എന്തുണ്ടാകും, ലെങ്ത് ഉണ്ടാകും, ബ്രെഡ്ത്ത് ഉണ്ടാകും. ഓക്കെ, ഇവിടെ ലെങ്ത്തിനും ബ്രെഡ്ത്തിനും പകരം വരുന്നത് റോയും കോളവുമാണ്. റോ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ നോക്കി, ഏതാണ് നമ്മളുടെ ജനറൽ ആയിട്ടുള്ള ഒരു മെട്രിക്സിന്റെ ഫോം. അപ്പോൾ നമ്മളുടെ ഈ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ എഴുതുന്ന അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന റോസ് എന്ന് പറയുന്നത്. ഇനി വെർട്ടിക്കൽ ആയിട്ട് എഴുതുന്ന അറേഞ്ച്മെന്റിനെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോളംസ് എന്ന് പറയുന്നത്. അപ്പൊ കോളം 1, കോളം 2, കോളം 3 എന്നൊക്കെയാണ്. റോ 1, റോ 2, റോ 3 എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ സൈസ്, ഒരു മെട്രിക്സിന്റെ വലിപ്പം ഡിസൈഡ് ചെയ്യുന്ന എന്താണ്, അതിന് എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട്. നമ്മൾ സാധാരണ ഷെൽഫിന്റെ ഒക്കെ വലിപ്പം പറയുന്ന പോലെ അതിന് എത്ര തട്ടുകളും എത്ര ബോക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു മെട്രിക്സിന്റെ വലിപ്പം എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്, എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട്. ആ വലിപ്പത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. എന്താണ്? ഓർഡർ ഓഫ് എ മെട്രിക്സ്. അപ്പൊ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മെട്രിക്സ് ഹാവിംഗ് m rows and n columns is called a matrix of order m by n. അതിനെ വായിക്കുന്നത് എങ്ങനെയാണ് മക്കളെ? m by n എന്നാണ് വായിക്കുന്നത്. ഓക്കെ, ഓർ സിംപ്ലി m by n മെട്രിക്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിന്റെ റോ m നമ്പർ ഓഫ് റോസും n നമ്പർ ഓഫ് കോളംസും ഉണ്ടെങ്കിൽ m by n. ആദ്യം എന്തിനെ ഡിനോട്ട് ചെയ്യണം? റോസ് ഡിനോട്ട് ചെയ്യണം. എന്നിട്ട് വേണം എന്ത് ഡിനോട്ട് ചെയ്യാൻ? കോളംസ് ഡിനോട്ട് ചെയ്യാൻ. അപ്പൊ അത് ക്ലിയർ ആണല്ലോ മക്കളെ. അങ്ങനെയാണെങ്കിൽ അടുത്ത് റെപ്രസെന്റേഷൻ ഓഫ് മെട്രിക്സ്.
ഒരു മെട്രിക്സ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള റോ കോളം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെട്രിക്സിനെ അറേഞ്ച് ചെയ്യുന്നത്. ടേബിൾ എഴുതും പോലെ തന്നെയാണ്. ഇനി അതിന്റെ എലമെന്റുകളാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ്? ആദ്യം എത്രാമത്തെ റോയിൽ അത് വരുന്നു, എന്നിട്ട് എത്രാമത്തെ കോളത്തിൽ വരുന്നു. അപ്പൊ നമ്മൾ മെട്രിക്സിനെ എങ്ങനെയാണ് എഴുതുന്നത്? AIJ എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചോദ്യം മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കുക, AIJ. അതിൽ ഓരോ എലമെന്റുകളെയും പറയുന്നത് എന്താണ്? AIJ എന്നാണ്. അതിൽ I എന്ന് പറയുന്നത് എത്രാമത്തെ റോ, J എന്ന് പറയുന്നത് എത്രാമത്തെ കോളം, M/N എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സൈസ് ആണ്. മൊത്തം എത്ര റോയും കോളവും ഉണ്ട് എന്നുള്ളതാണ് M/N സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിൽ ഓരോ എലമെന്റുകളും നമ്മൾ എഴുതുന്നത് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ 2 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 റോസ് 2 കോളംസ്. ഓക്കെ, സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിൽ വരുന്ന എലമെന്റിനാണ് A22 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ A37 എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് റോ 7th കോളത്തിൽ വരുന്ന എലമെന്റ് ആണ്. അപ്പൊ AIJ എന്ന് പറഞ്ഞാലോ? ith റോ jth കോളം. റോയിന്റെ എണ്ണമാണ് I, കോളത്തിന്റെ എണ്ണമാണ് J എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ നല്ല വൃത്തിക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഓർഡർ എഴുതാനുള്ള ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. മെട്രിക്സ് എഴുതാൻ, ക്രിയേറ്റ് ചെയ്യാൻ, അതിന്റെ ഒരു റെപ്രസെന്റേഷൻ മോഡൽ AIJ വെച്ചിട്ടുള്ള ഒരു ഫോർമുല വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും ചോദിക്കും. ഓക്കെ, അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും കാണുന്നുണ്ട്, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ്, അടുത്ത് നമ്മൾ പഠിക്കുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന സാധനം എന്ന് പറയുന്നത് എന്താണ്? ടൈപ്സ് ഓഫ് മെട്രിസസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഉള്ളതെന്നാണ്. അതിൽ ആദ്യത്തേത് കോളം മെട്രിക്സ്. ആദ്യത്തെ എന്താണ്? കോളം മെട്രിക്സ് ആണ്. എന്താണ് കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഒരൊറ്റ കോളം മാത്രമുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന? കോളം മെട്രിക്സ്. അപ്പൊ കോളത്തിന്റെ എണ്ണം എത്രയായിരിക്കും? 1 ആയിരിക്കും. റോ എത്ര എണ്ണം വരാം? എത്ര വേണം വരാം. ഓക്കെ, കാരണം ആ ഒരൊറ്റ കോളത്തിൽ എത്ര എലമെന്റ്സ് എഴുതുന്നോ അത്രയും റോസ് ഉണ്ടാകും അല്ലേ? അപ്പോ റോസ് എത്ര വേണോ വരാം, പക്ഷെ കോളം എത്ര എണ്ണം ആയിരിക്കും? ഒരൊറ്റ കോളം മാത്രമേ വരാൻ പാടുള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെട്രിക്സ് ദാറ്റ് ഹാസ് ഓൺലി 1 കോളം, ഒറ്റ കോളം മാത്രമുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന? കോളം മെട്രിക്സ്. അതിന്റെ ഓർഡർ എന്താണ്? M/1 ആണ്. ഓക്കെ, കോളത്തിന്റെ എണ്ണം 1 ആണ്. റോ എത്ര എണ്ണം വേണോ വരാം. അങ്ങനെയെങ്കിൽ റോ മെട്രിക്സ് എന്തായിരിക്കും? ഒരൊറ്റ റോ മാത്രം ഉള്ളതാണ്. കോളം എത്ര വേണമെങ്കിലും വരാം, ഒരൊറ്റ റോ മാത്രമേ വരാൻ പാടുള്ളൂ. അതിന്റെ ഓർഡർ എന്തായിരിക്കും? 1/n ആയിരിക്കും. അപ്പൊ അതൊരു ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും എഴുതുന്നത്. കോളം മെട്രിക്സ് ആണെങ്കിലോ വെർട്ടിക്കൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ കോളം മാത്രം, റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ റോ മാത്രം. ഓക്കെ, ഒരു റോ മാത്രമേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ റോസ് ഇല്ല, പക്ഷെ കോളം എത്ര വേണമെങ്കിലും ആവും. അതാണ് റോ മെട്രിക്സ്. അടുത്തത് സ്ക്വയർ മെട്രിക്സ്. പേര് പോലെ തന്നെയാണ് സ്ക്വയർ മെട്രിക്സ്. ഒരു റെക്ടാങ്കിൾ എപ്പോഴാണ് സ്ക്വയർ എന്ന് പറയുന്നത്? അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആകുമ്പോൾ. ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഒരു സ്ക്വയർ ആയിട്ട് മാറും. അതുപോലെ ഒരു മെട്രിക്സ് എപ്പോഴാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്? അതിന്റെ റോ എണ്ണവും കോളം എണ്ണവും സെയിം ആകുമ്പോൾ. ഓക്കെ, എ മെട്രിക്സ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ്. റോ നമ്പർ കോളം നമ്പറുമായിട്ട് ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സിൽ ഡയഗണൽ എലമെന്റ്സ് മാത്രം, അതായത് AII എന്ന് പറയുന്നത് A11 A22 A33 എന്ന് പറയുന്ന എലമെന്റിൽ മാത്രം ആളുണ്ടാകും. ഓക്കെ, അല്ലാത്ത ബാക്കി എല്ലാത്തിലും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എ സ്ക്വയർ മെട്രിക്സ് വിത്ത് all of its non-diagonal elements are 0. നോൺ ഡയഗണൽ ആയിട്ടുള്ള എലമെന്റ്സുകൾ എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ വരുന്ന മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡയഗണൽ മെട്രിക്സ്. അപ്പൊ അതിൽ ഡയഗണലിൽ മാത്രമേ ആളുണ്ടെങ്കിൽ ഉണ്ടാവത്തുള്ളൂ, ബാക്കി എല്ലാ നോൺ ഡയഗണൽ എലമെന്റ്സും എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് AIJ, I not equal to J വരുന്ന എല്ലാ AIJയും A12 A23 A34 A32 എന്നൊക്കെ പറഞ്ഞു I not equal to J വരുന്ന എല്ലാ പെയേഴ്സും എന്തായിരിക്കും? 0 ആയിരിക്കും. ഡയഗണലിൽ മാത്രമേ ആളുണ്ടാവുള്ളൂ, വാല്യൂ ഉണ്ടാവത്തുള്ളൂ. അതാണ് എന്ത്? ഡയഗണൽ മെട്രിക്സ്. ഇനി അടുത്തത് സ്കെയിലാർ മെട്രിക്സ്. എന്താണ് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ ഡയഗണൽ മെട്രിക്സ് പറഞ്ഞു, ഡയഗണലിൽ മാത്രം ആളുണ്ടെന്ന്. ആ ഡയഗണലിൽ മാത്രമുള്ള ആള് സെയിം ആണെങ്കിൽ, ഓക്കെ, ഡയഗണലിലുള്ള എല്ലാ എലമെന്റ്സും
സെയിം ആണ് എന്നുണ്ടെങ്കിൽ, അപ്പൊ ഡയഗണൽ മെട്രിക്സ് ആണ്, ഡയഗണലിൽ മാത്രമേ ആളുണ്ടാവുള്ളൂ. ഇനി ആൾക്കാരെല്ലാവരും സെയിം വാല്യൂ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്കെയിലാർ മെട്രിക്സ്. എ ഡയഗണൽ മെട്രിക്സ് വിത്ത് ഇറ്റ്സ് ഡയഗണൽ എലമെന്റ്സ് ആർ ഈക്വൽ. ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പൊ നോൺ ഡയഗണൽ എലമെന്റ്സ് അവിടെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. പിന്നെ എന്തു ആയിരിക്കണം? ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിമും ആയിരിക്കണം. എങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്കെയിലാർ മെട്രിക്സ്. അടുത്തത് ഐഡന്റിറ്റി മെട്രിക്സ്. എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് എലമെന്റ്സ് ഇൻ ദ ഡയഗണൽ ആർ 1. ഓക്കെ, സ്ക്വയർ മെട്രിക്സിൽ ഡയഗണൽ എലമെന്റ്സ് 1 ആയിരിക്കണം. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അടുത്ത് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കണം. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം? 1 ആയിരിക്കണം. 1 അല്ലാതെ മറ്റൊരു സംഖ്യയും വരാൻ പാടില്ല. അങ്ങനെ പറയുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന? ഐഡന്റിറ്റി മെട്രിക്സ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഐ കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത് നല്ല വൃത്തിക്ക് അറിഞ്ഞിരിക്കുക. ഐഡന്റിറ്റി മെട്രിക്സ് നമുക്ക് അത് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പൊ അതിന്റെ ബേസിക് കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ്? അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സിലെ ഡയഗണൽ എൻട്രീസ് എല്ലാം A11, A22, A33 എന്ന് പറയുന്ന ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണ്. നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്താണ്? 0 ആണ്. അടുത്തത് സീറോ മെട്രിക്സ്. എന്തായിരിക്കും സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? അതിലെ എല്ലാ എലമെന്റ്സും എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ സീറോ മെട്രിക്സ് അഥവാ നൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ക്യാപിറ്റൽ O ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈപ്സ് ഓഫ് മെട്രിക്സസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ്. രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ ആണെന്ന് പറയുന്നത്? അതിലെ എലമെന്റുകളൊക്കെ ഇതിൽ പുറത്തിൽ ഉണ്ടായാൽ മാത്രം മതിയോ? അല്ല, ഇവിടെ നമുക്ക് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓക്കെ, രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ ആണെന്ന് പറയുന്നത്? അവരുടെ ഓർഡറും അതാത് പൊസിഷനിൽ വന്ന ആൾക്കാരും സെയിം ആകുമ്പോൾ. ഓക്കെ, ടു മെട്രിക്സ് A ഈക്വൽസ് Aij, B ഈക്വൽസ് Bij ആർ സെറ്റ് ടു ബി ഈക്വൽ. രണ്ട് മെട്രിക്സ് A എന്ന് പറയുന്ന മെട്രിക്സും B എന്ന് പറയുന്ന മെട്രിക്സും ഈക്വൽ ആകണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ദേ ആർ ഓഫ് സെയിം ഓർഡർ. അവരെന്തായിരിക്കണം? സെയിം, ഒരേ ഓർഡറിലുള്ളവരായിരിക്കണം. ഒരേ ഓർഡറിലുള്ള അല്ലാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് സെയിം ആണോ അല്ലയോ എന്ന്, ഈക്വൽ ആണോ അല്ലയോ എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവരുടെ ഓർഡർ സെയിം ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ ഈക്വൽ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലാക്കുക എന്താണ്? അവരുടെ ഓർഡർ എന്താണ്? സെയിം ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് എലമെന്റ് ഓഫ് ബി. എയിലെ ഏതൊരു എലമെന്റ് എടുത്താലും അത് ബിയിലേക്ക്, അതേ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബിയിൽ വരുന്ന എലമെന്റുമായിട്ടും തുല്യമായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? Aij ഈക്വൽ ടു Bij ആയിരിക്കും. ഓക്കെ, ഏതൊരു ഐയും ജെയും എടുത്താൽ അവർ കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് വരണം. അപ്പൊ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെന്റുകൾ, ഇവിടെ ആദ്യം വരുന്ന ആള് ഇപ്പുറത്ത് ആദ്യം വരുന്ന ആള്. ഓക്കെ, അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് അതാത് പൊസിഷനിൽ വരുന്ന ആൾക്കാർ എന്താകണം? സെയിം ആകണം. ഇനി ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സസ്. മെട്രിക്സിൻ്റെ അകത്തുള്ള കുറച്ച് ഓപ്പറേഷൻസ് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് പഠിക്കുന്നത്. ആദ്യം പഠിക്കുന്ന അഡീഷൻ ഓഫ് മെട്രിക്സ്. ഓക്കെ, നിങ്ങൾ എക്സും വൈയും വെച്ച് പണ്ട് ചെയ്തതുപോലെ തന്നെയാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ അഡീഷൻ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്. ദ സം ഓഫ് ടു മെട്രിക്സസ് A and B is defined as a matrix. അതെന്തായിരിക്കും? ഒരു മെട്രിക്സ് ആയിരിക്കും. C equal to Cij, where Cij equal to Aij plus Bij. Aijയും Bijയും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? Cij കിട്ടും. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ഇനി മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലാർ. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട് ആൻഡ് K ഈസ് എ സ്കെയിലാർ. K എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലാർ ആണ്. ദെൻ Ka ഈസ് അനദർ മെട്രിക്സ്. K ടൈംസ് A എന്ന് പറയുന്ന അനദർ മെട്രിക്സ് ആണ് വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ഈച്ച് എലമെന്റ് ഓഫ് A. എയിലുള്ള എല്ലാ എലമെന്റുകളെയും K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? Ka അഥവാ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് A എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ നല്ല വൃത്തിക്ക് അറിഞ്ഞിരിക്കുക. അടുത്തത് നെഗറ്റീവ്. ഒരു മെട്രിക്സിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ, ഇവിടെ സ്കെയിലാർ നമ്മൾ പറഞ്ഞപ്പോൾ K എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആമെന്ന് പറഞ്ഞു. ആ നമ്പർ -1 ആണെങ്കിൽ എല്ലാത്തിൻ്റെയും ചിഹ്നം എന്ത് പറ്റും? ചേഞ്ച് ആകും.
അങ്ങനെ എഴുതുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന നെഗറ്റീവ് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. ദ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് ഇസ് ഡിനോട്ടഡ് ബൈ -a ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്ന -a ആണ്, അഥവാ -1 ടൈംസ് a ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് എന്തായിരിക്കും? ഡിഫറൻസ് അഡീഷൻ പറഞ്ഞതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ ഡിഫറൻസ് കിട്ടും. അപ്പൊ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ സെറ്റിൽ പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് മെട്രിസസ്. ഇനി അടുത്ത് നമുക്ക് മൾട്ടിപ്ലിക്കേഷനും കൂടെ പഠിക്കാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടോ? ഒന്ന് നോക്കിക്കോ, മൊത്തത്തിലൊന്ന് നോക്കിക്കോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പോൾ അത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് മെട്രിക്സിൽ. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? അഡീഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസും മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലാറിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, ഒന്ന് പറഞ്ഞാൽ അസോസിയേറ്റീവ് ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ ഓഫ് എ ടൈംസ് ബി എന്ന് പറയുന്ന കെ എ ടൈംസ് ബി ആണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിലും ആണ്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടീസ് കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക? ഗോ ത്രൂ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അത് ചിലപ്പോൾ മെട്രിക്സ് തന്നിട്ട് അത് പ്രൂവ് ചെയ്യാനായിട്ട്, അപ്പൊ അത് സോൾവ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് പ്രിക്കോഷൻ എടുക്കുക. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. അഡീഷൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയല്ല. ആദ്യത്തെ റോ കൊണ്ട് ഇപ്പുറത്തെ സൈഡിലുള്ള രണ്ടാമത്തെ എലമെന്റിന്റെ രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളം മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇങ്ങനത്തെ നമ്മളൊരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ റോ കൊണ്ട് ഇപ്പുറത്തുള്ള മെട്രിക്സ്, ഇപ്പുറത്ത് വേറൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന്റെ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന m/n-ഉം എ ബി എന്ന് പറയുന്ന ഒരു നമുക്ക് എന്ത് പറയാം, ഒരു LM ആണെന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ നടുക്ക് വരുന്ന ആൾക്കാർ സെയിം ആകണം. ആദ്യത്തെ കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തെ റോയിന്റെ എണ്ണവും സെയിം ആകണം. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എങ്ങനെയായിരിക്കും? ഇവിടെ റോയും ഇവിടുത്തെ കോളവും, ആദ്യത്തെ റോയും രണ്ടാമത്തെ കോളവും, അത് വൈകിട്ട് എഴുതിയാൽ മതി. എന്ത് കിട്ടും? നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെ ഓർഡർ കിട്ടും. ഇനി മൾട്ടിപ്ലിക്കേഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ആദ്യത്തെ നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി. മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് അല്ല. കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എ ബി ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റില്ല. അതല്ലാത്ത ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ കൂടെ നോക്കുക. ചിലപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചെന്നിരിക്കാം. അടുത്ത അസോസിയേറ്റീവ് ല. എന്താണ് അസോസിയേറ്റീവ് ല എന്ന് പറയുന്നത്? എ ബി ടൈംസ് സി ഈക്വൽ ടു സി ടൈംസ് എ ടൈംസ് ബി സി. ഓക്കെ, അപ്പൊ നമുക്കത് തോന്നിയ പോലെ ആക്കാൻ പറ്റൂല. ആദ്യത്തെ രണ്ടാൾക്കാർ മൾട്ടിപ്ലൈ ചെയ്ത് മൂന്നാമത്തെ ആളെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ലാസ്റ്റത്തെ രണ്ടാൾക്കാർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരുമായിട്ട് ആദ്യത്തെ ആളെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതും സെയിം ആണ്. ഇവിടെ നമുക്ക് ഓർഡർ ഒന്നും മാറ്റിയിട്ടില്ല അല്ലേ? അഡീഷനിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഓർഡർ മാറ്റിയാലും പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? അത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതുകൊണ്ടാണ്. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നമുക്കറിയാവുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ലോ തന്നെ. ഓക്കെ, എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ അകത്ത് അഡീഷൻ വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഏത് ഡയറക്ഷനിൽ നിന്നാണെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കുക. അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി. ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഐഡന്റിറ്റി മെട്രിക്സിന്റെ എന്താണ്? എക്സിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ എക്കുള്ള ഐഡന്റിറ്റി മെട്രിക്സ് എന്താണ്? ഐ ആണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് വരുമ്പോൾ എന്ത് പറയാം? ഐ ടൈംസ് എ ഈക്വൽ ടു എ ടൈംസ് ഐ ഈക്വൽ ടു എ. അതിന്റെ വ്യത്യാസം അത് നമുക്ക് എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്കൊന്ന് ചേഞ്ച് വരത്തില്ല. ആ കാര്യങ്ങളൊക്കെ കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് സീറോ മെട്രിക്സ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു നോൺ സീറോ മെട്രിക്സ്. ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യത ഒത്തിരി ഉണ്ട്. അതായത് ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ടാകും. അതിനെന്ത് ചെയ്യുക? അതിനെ നമുക്കൊരു രണ്ട് മെട്രിക്സുകൾ, ഓക്കെ, രണ്ട് നോൺ സീറോ മെട്രിക്സുകൾ എടുക്കുക. അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് സീറോ കിട്ടുന്നു എന്ന് കാണിക്കുക. ഓക്കെ, രണ്ട് നോൺ സീറോ മെട്രിക്സ് എടുക്കുക. അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു എന്ന് കാണിക്കുക? സീറോ കിട്ടുന്നുണ്ടെന്ന് കാണിക്കുക. സീറോ മെട്രിക്സ് കിട്ടുന്നുണ്ടെന്ന് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? Zero matrix can be represented as the product of two non-zero matrices എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു സാധനം അറിഞ്ഞിരിക്കുക. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ടോപ്പിക്കാണ് വരുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ്.
പേര് പോലെ തന്നെയാണ് ട്രാൻസ്പോസ്. എന്താണ്? റോയും കോളോ ഇന്റർചേഞ്ച് ചെയ്യുന്നു. റോ കോളമായിട്ട് മാറുന്നു, കോളം റോ ആയിട്ട് മാറുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്ന? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. ഇഫ് എ ഈക്വൽസ് സെറ്റ് എ ഐ ജെ ബി എൻ സെറ്റ് അല്ല മെട്രിക്സ് എ ഐ ജെ ബി എൻ എം ബൈ എൻ മെട്രിക്സ്, then the matrix obtained by interchanging the rows and columns of A. ഓക്കെ, എയുടെ റോയും കോളവും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്പോസ് ഓഫ് എ എന്ന് പറയുന്നത്. The transpose of a matrix A is denoted by A dash or A transpose. ഈ രണ്ട് രീതിക്കാണ് നമുക്ക് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ട്രാൻസ്പോസിന്റെ കുറച്ച് പ്രോപ്പർട്ടിയാണ്, ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്തായിരിക്കും വരുന്നത്? കോംപ്ലിമെന്റ് അല്ല, ഇവിടെ ട്രാൻസ്പോസ്. ഓക്കെ, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്തായിരിക്കും വരുന്ന? എ ആയിരിക്കും. ഓക്കെ, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്, അതായത് എന് ആദ്യം എന്ത് ചെയ്തു? റോയും കോളോ ഇന്റർചേഞ്ച് ചെയ്തു. രണ്ടാമത് പിന്നെ ഒന്നും കൂടെ ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ എന്തായി? പഴയ പൊസിഷനിലോട്ട് തന്നെ തിരിച്ചെത്തി. ഓക്കെ, അപ്പൊ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്താണ്? എ ആണ്. അടുത്തത് കെ എ ദ ഹോൾ ട്രാൻസ്പോസ്. കെ എ ദ ഹോൾ ട്രാൻസ്പോസ്, അതായത് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുക്കുന്നതും ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിലും വ്യത്യാസമൊന്നുമില്ല. അടുത്തത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് അഡീഷൻ ആണെങ്കിൽ ട്രാൻസ്പോസ് എന്ത് ചെയ്യാം? അകത്തോട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ് കിട്ടും. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ വെറുതെ അങ്ങ് ഉള്ളിലോട്ട് കൊടുക്കാൻ പാടില്ല. എന്ത് ചെയ്യുക? എ ട്രാൻസ്പോസ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും. അതിന്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ ഇവിടെ തിയറി ആയിട്ടാണ് പഠിക്കുന്നത്. പ്രോബ്ലംസ് നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും. ജസ്റ്റ് എന്തൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. അടുത്ത രണ്ട് ടൈപ്പ് സാധനങ്ങൾ സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക്കും ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, 4 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക്കും. എ സ്ക്വയർ മെട്രിക്സ് എ ഈക്വൽസ് എ ഐ ജെ ഈസ് സെറ്റ് ടു ബി സിമ്മട്രിക്. ഒരു മെട്രിക്സിന്, സ്ക്വയർ മെട്രിക്സിനെ സിമ്മട്രിക് എന്ന് വിളിക്കണമെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താകണം? എ ആകണം. ഓക്കെ, എനെ റോയും കോളോ ഇന്റർചേഞ്ച് ചെയ്താൽ എന്ത് കിട്ടണം? എ തന്നെ കിട്ടണം. അപ്പോൾ ഒരു സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്ത് പറയാം? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. അതുപോലെ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം? അത് സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. ഇനി അടുത്തത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. അടുത്തത് എന്താണ്? സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണ്. എ സ്ക്വയർ മെട്രിക്സ്, ഒരു സ്ക്വയർ മെട്രിക്സിനെ സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ എ ട്രാൻസ്പോസ് എടുത്തപ്പോൾ എന്ത് കിട്ടണം? -a കിട്ടണം. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ സിമ്മട്രിക് ആവുന്ന കേസിൽ എ ട്രാൻസ്പോസ് എന്തായാൽ മതി? എ ആയാൽ മതി. ഇവിടുത്തെ കേസിലാണെങ്കിലോ എ ട്രാൻസ്പോസ് -a ആകണം. ഓക്കെ, നെഗറ്റീവ് ഓഫ് എ ആകണം. ഇനി അതിൽ നമുക്ക് അറിയേണ്ട കുറച്ച് 3 തിയറംസ് ആണ്, ഇമ്പോർട്ടൻസ് സാധനമാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ക്വയർ മെട്രിക്സ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ഓക്കെ, അതിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സിമ്മട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമ്മട്രിക് മെട്രിക്സ് ആയിരിക്കും. അതുപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആയിരിക്കും. ഏതൊരു മെട്രിക്സ് എടുത്താലും ഓക്കെ, ഏതൊരു മെട്രിക്സ് എടുത്താലും സ്ക്വയർ മെട്രിക്സ് ആണ്. ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും എന്താണ്? എ പ്ലസ് എ ട്രാൻസ്പോസ് സിമ്മട്രിക് ആയിരിക്കും. എ മൈനസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? സ്ക്യൂ സിമ്മട്രിക് ആയിരിക്കും. ഇത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇവിടെ നമുക്കറിയാം എ പ്ലസ് എ ട്രാൻസ്പോസ് സിമ്മട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമ്മട്രിക് ആണ്. അതുപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്യൂ സിമ്മട്രിക് ആണ്. അതിന്റെ പകുതി എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? എ ഈക്വൽസ് 1/2 ടൈംസ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 ടൈംസ് എ മൈനസ് എ ട്രാൻസ്പോസ്. ഇങ്ങനെ നമുക്ക് എനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുക. ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരു ചോദ്യം ഷുവർ ആയിട്ടുണ്ടാകും. അപ്പൊ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക? ആദ്യം ഫസ്റ്റ് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, രണ്ടാമത് എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ പകുതിയായിട്ട് എടുത്തിട്ട് ഒരു പി ക്യൂ എന്നൊക്കെ പറഞ്ഞ് എഴുതുക. എന്നിട്ട് എ ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് എഴുതി നിർത്തിയാൽ മതിയാകും. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, നമ്മൾ തിയറി ആയിട്ടാണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്?
നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്ത് ഇത്രയും മാത്രമേ ബേസിക് ആയിട്ട് നമുക്ക് എന്തിലുള്ളൂ, മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളൂ. അപ്പോൾ ഒത്തിരി നമ്മൾ കാർഡ് കയറിയൊന്നും ചിന്തിക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, എന്നിട്ട് നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താകും, ക്ലിയർ ആകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? A equals matrix 3 1 minus 1 2. Show that a square minus 5a plus 7i equals 0. ഇത് കാണിക്കണം. ഓക്കെ, അപ്പൊ അതിന് എന്തൊക്കെ വേണം? ആദ്യം എന്ത് വേണം? എ സ്ക്വയർ വേണം. അപ്പൊ എന്ത് കണ്ടുപിടിക്കണം ആദ്യം? എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ ടൈംസ് എ ആണ്. എ ടൈംസ് എ എങ്ങനെ വരും? 3 1 minus 1 2 ടൈംസ് 3 1 minus 1 2. ഓക്കെ, എങ്ങനെ വരും മക്കളെ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? റോയിനെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? 3 times 3. ഓക്കെ, 3 times 3. 3 times 3 എന്ത് വരും? 9 വരും. ഓക്കെ, അടുത്ത എങ്ങനെ വരും? 1 times minus 1 minus 1. 3 times 1 3. 1 times 2 plus 2. Minus 1 times 3 minus 3. 2 times minus 1 minus 2. അടുത്ത minus 1 times 1 minus 1. 2 times 2 4. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇതെങ്ങനെ വരും? 9 minus 1 8. 3 plus 2 5. Minus 3 minus 2 minus 5. Minus 1 plus 4 3. ഇതാണ് എന്ത് മക്കളെ? എ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഏത് കണ്ടുപിടിക്കണം? 5a കണ്ടുപിടിക്കണം. 5 എങ്ങനെ വരും? 5 ടൈംസ് എ ആണ്. 5 ടൈംസ് എ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 5 ടൈംസ് 3 15. 5 ടൈംസ് 1 5. 5 ടൈംസ് minus 1 minus 5. 5 ടൈംസ് 2 10. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? 5a എന്ന് പറയുന്നത്. ഇനി എന്തും കൂടെ ഉണ്ട്? 7iയും കൂടെ ഉണ്ട്. അപ്പൊ അതും കൂടെ തന്നെ എഴുതിങ്ങനെ 7i. ഐ നമുക്കറിയാം 1 1 1 0 0 0 1 0 0 0 1. അതില് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മെട്രിക്സ് എന്താ? 2x2 മെട്രിക്സ് ആണ്. അപ്പൊ നമ്മളുടെ ഐഡന്റിറ്റി മെട്രിക്സ് ഏത് ഓർഡർ ആയിരിക്കണം? 2x2 ആയിരിക്കണം. അപ്പൊ 2x2 ആകാൻ വേണ്ടി നമുക്കറിയാം 1 0 0 1 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ 7i എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 21. 7 times 1 7. 7 times minus 1 minus 7. 7 times 2 14. ഓക്കെ, അപ്പോൾ 7 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഐ എന്ന് പറയുന്ന മെട്രിക്സ് 1 0 0 1. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 0 0 1 ആണല്ലേ? സോറി, ഇവിടെ നമുക്ക് എനെയാണോ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അല്ല, 7i അല്ലേ? 7i ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഐഡന്റിറ്റി മെട്രിക്സിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ വരും? 7 0 0 7. ഈ കിട്ടിയ ഇതെന്ത്? സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ കണ്ടുപിടിച്ചു? എ സ്ക്വയർ കണ്ടുപിടിച്ചു, 5a കണ്ടുപിടിച്ചു, 7i കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഇക്വേഷനിൽ സോൾവ് ചെയ്താൽ മാത്രം മതി. അപ്പൊ എൽ എച്ച് എസ് എന്താ കാണിക്കുന്നത്? എൽ എച്ച് എസ് ഇംപ്ലൈസ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i. ഓക്കെ, ഈക്വൽ ടു എങ്ങനെ വരും? എ സ്ക്വയർ എത്രയാ മക്കളെ? 8 5 minus 5 3. ഓക്കെ, എ സ്ക്വയർ എത്രയാ? 8 5 minus 5 3 മൈനസ് 5a എത്രയാ മക്കളെ? 15 5 minus 5 10. 15 5 minus 5 10. ഓക്കെ, പ്ലസ് 7i എന്താണ്? 7 0 0 7. ഒന്ന് കൂട്ടി നോക്കാം മക്കളെ, എങ്ങനെ വരും? 8 minus 15. ഓക്കെ, മൊത്തത്തെ നമുക്ക് എഴുതിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. 8 minus 15. ഇവിടെ എങ്ങനെ വരും? 5 minus 5. സോറി, ഇവിടെ പ്ലസ് 7 കൂടെ ഉണ്ട്. അടുത്ത് ഇവിടെ എങ്ങനെ വരും? 5 minus 5 പ്ലസ് 0. താഴെ എങ്ങനെ വരും? മൈനസ് 5 പ്ലസ് 3. സോറി, മൈനസ് 5 പ്ലസ് 5 പ്ലസ് 5 ആണ്. പ്ലസ് 5 ഇപ്പുറത്ത് എന്ത് വരും? 0. അടുത്ത് ഇതെങ്ങനെ വരും? 3 minus 10. ഓക്കെ, പ്ലസ് 7. 0 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കേ, 8 minus 15 minus 7 plus 7 എന്താകും? 0 ആകും. ഓക്കെ, അടുത്ത് 5 minus 5 0. Minus 5 plus 5 0.
3 minus 10 minus 7 minus 7 plus 7 0 equal to 0. നോക്കിക്കേ LHS implies LHS equal to എന്ത് കിട്ടിയിട്ടുണ്ട് മക്കളെ? RHS കിട്ടി. RHS 0 അല്ലായിരുന്നോ? അപ്പോൾ LHS equals RHS കിട്ടി. hence proved. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടും നല്ല വൃത്തിക്ക് അറിഞ്ഞിരിക്കുക. എന്താണ് നമ്മളിവിടെ ചെയ്ത? A² ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? 5a ചെയ്തു, 7i ചെയ്തു, എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. ആദ്യം A², 5a സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. അതുപോലെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാനും അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇഫ് എ ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ദെൻ എ ട്രാൻസ്പോസ്. എ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് എന്തായിരിക്കും? ഡയറക്റ്റ് ഡെഫിനിഷൻ ആണ് അല്ലേ? എ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് എന്തായിരിക്കും? -a ആയിരിക്കും. ഓക്കെ, express the matrix A as the sum of symmetric and skew symmetric matrix. A നെ സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതുക. എങ്ങനെ എഴുതാൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, സ്റ്റെപ്പ് 1 എന്താണ്? A പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ആദ്യം എയും എ ട്രാൻസ്പോസും എടുത്ത് എഴുതണേ. എ എന്താണ്? A ഈക്വൽ ടു മെട്രിക്സ് 2 - 2 - 4. ഓക്കെ, നമുക്കപ്പോൾ അതിന്റെ കുറച്ച് വലിപ്പം കുറയ്ക്കാമേ. -1 3 4 1 - 2 - 3. ഓക്കെ, എ ട്രാൻസ്പോസ് എങ്ങനെ വരും? എ ട്രാൻസ്പോസ് ഈക്വൽ ടു റോയിങ് കോളം എന്ത് ചെയ്യുക? ഇന്റർചേഞ്ച് ചെയ്യുക. സോ 2 - 1 1 -2 3 -2 -4 4 -3. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിച്ചു? എയും എ ട്രാൻസ്പോസും കണ്ടുപിടിച്ചു. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എ പ്ലസ് എ ട്രാൻസ്പോസും അതുപോലെ എ മൈനസ് എ ട്രാൻസ്പോസും കണ്ടുപിടിക്കുക. ഓക്കെ, എ പ്ലസ് എ ട്രാൻസ്പോസ് എങ്ങനെ വരും? സോ ഇതും കൂടെ കൂട്ടുക. 2 + 2 4 -2 -3 -4 + 1 -3 -1 + -2 -3 3 + 3 6 4 - 2 4 - 2 2 1 + -4. ഓക്കെ, 1 + -4 എത്ര വരും? -3 -2 + 4 -2 + 4 എത്ര വരും മക്കളെ? 2 -3 + -3 -6. ഓക്കെ, അപ്പോൾ നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. എ മൈനസ് എ ട്രാൻസ്പോസ് എങ്ങനെ വരും നോക്കിക്കേ? കുറയ്ക്കുക. 2 - 2 0 -2 മൈനസ് ഓഫ് മൈനസ് എന്താകും? പ്ലസ് ആകും. സോ -2 + 1 -1 -4 -1 -4 എങ്ങനെ വരും മക്കളെ? -5 വരും. അടുത്ത് -1 -2 മൈനസ് ഓഫ് മൈനസ് എന്താകും? പ്ലസ് ആകും. സോ -1 + 2 1 ആകും. ഓക്കെ, അടുത്ത് 3 - 3 0 4 - -2 4 - -2 എന്താകും? 4 + 2 6 ആകും. 1 + -4 1 + മൈനസ് അല്ലേ? 1 - -4 എന്താകും? 5 ആകും. അടുത്ത് -2 - 4 -2 - 4 എന്താകും? -6 ആകും. -3 + 3 -3 + 3 0 ആകും. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചു നോക്കി അറിയാം, സ്ക്യൂ സിമെട്രിക്കിന്റെ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും എന്താണ്? 0 ആണ്. സോ സ്ക്യൂ സിമെട്രിക്കിന്റെ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണ്? A + A ട്രാൻസ്പോസ് / 2. ഇതിന് എന്തെന്ന് എടുക്കാം? ഒരു P എന്ന് പറഞ്ഞെടുക്കാം. സോ P = A + A ട്രാൻസ്പോസ് / 2. അതെങ്ങനെ വരും നോക്കിക്കേ? ഇതിന്റെയൊക്കെ പകുതി എടുക്കുക. അപ്പോൾ 4 വരും. 3/2 -3/2 -3/2 -3/2 6/2 എത്രയാ മക്കളെ? 3 2/2 1. ഇവിടെ അടുത്ത് വീണ്ടും -3/2 2/2 1 -6/2 -3. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? A + A ട്രാൻസ്പോസ് / 2 കിട്ടി. ഇനി ഇതുപോലെ എന്തും കണ്ടുപിടിക്കുക. ഇതെന്താണ്? ഇത് സിമ്മട്രിക് ആണ്. ഇതെന്താണ്? സിമ്മട്രിക് മെട്രിക്സ് ആണ്. നോക്കിക്കേ, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ സിമ്മട്രിക് മെട്രിക്സ് ആണ്. ഇതുപോലെ എന്തും കൂടെ ചെയ്യുക, Q കൂടെ കണ്ടുപിടിക്കുക. അപ്പൊ Q =
എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 ആണ്. എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2, എ മൈനസ് എ ട്രാൻസ്പോസ് നമ്മൾത്തുണ്ട്, അതിനെന്ത് ചെയ്യുക, ബൈ 2 ചെയ്യുക. 0/2 0 ആണ്. മൈനസ് 1/2 മൈനസ് 1/2 മൈനസ് 5/2. ഓക്കെ, 1/2 0/2 0 ആണ്. 6/2 എത്രയാ മക്കളെ, 3 ആണ്. 5/2 മൈനസ് 3 0. കറക്റ്റ് ചെയ്ത് നോക്കിക്കേ, പൊസിഷനിൽ നോക്കിക്കേ, ഇവിടെ സെയിം ആയിട്ട് വന്നു ആൾക്കാര്. ഇവിടെ വന്നപ്പോൾ എന്തായി, ഒന്ന് മറ്റേതിന്റെ നെഗറ്റീവ് ആയിട്ട് വന്നു. സോ നമുക്ക് ഇവിടെ കിട്ടിയ സിമെട്രിക് ആണ്. അതുപോലെ ഇവിടെ കിട്ടിയ എന്താണ്, സ്ക്യൂ സിമെട്രിക് ആണ്. സ്ക്യൂ സിമെട്രിക് ആണ്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റ സ്റ്റെപ്പും കൂടെ എഴുതി വേണമെങ്കിൽ എഴുതി ഫിനിഷ് ചെയ്യാം. A equal to P plus Q. Okay, here A equal to P plus Q. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്യൂവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് ആഡ് ചെയ്ത് എ വരുന്നതും കൂടെ കാണിച്ച് നമുക്ക് നിർത്താം. അപ്പൊ ആ ഒരു ഐഡിയ മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, which among the following is a possible number of elements of a square matrix? ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് എന്താണ് ഒരു സ്ക്വയർ മെട്രിക്സിന് വരാൻ സാധ്യതയുള്ള എലമെന്റുകളുടെ എണ്ണം? ഓക്കെ, നമുക്കറിയാം എലമെന്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് m ടൈംസ് n ആണ്. നമ്പർ ഓഫ് റോസ് ടൈംസ് നമ്പർ ഓഫ് കോളംസ് ആണ്. ഇവിടെ സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്താണ്, ഈക്വൽ ആണ്. സോ നമുക്കറിയാം ഓർഡർ അല്ല, നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. ഇത് ഏത് ഫോമിലായിരിക്കും വരുന്ന, സ്ക്വയർ മെട്രിക്സിന്റെ എലമെന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കും, n സ്ക്വയർ ആയിരിക്കും. കാരണം n ബൈ n ആണ്, n ടൈംസ് n എന്താണ്, n സ്ക്വയർ ആണ്. അപ്പൊ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. ഇവിടെ നോക്കിക്കേ, 18 പെർഫെക്റ്റ് സ്ക്വയർ ആണോ, അല്ല. 45 പെർഫെക്റ്റ് സ്ക്വയർ ആണോ, അല്ല. 24 ആണോ, അല്ല. 36 അല്ലേ, 6 സ്ക്വയർ ഈക്വൽ ടു 36. ഓക്കെ, അതുകൊണ്ട് 36 ആണ് പോസിബിൾ ആയിട്ട് വരാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത്. അടുത്തത്, ഇഫ് എ ബി സി ഡി പ്ലസ് എ 0 0 d ഈക്വൽസ് 4 3 2 6 then find the values of എ ബി സി ഡി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് എ ബി സി ഡിയുടെ വാല്യൂസുകളൊക്കെ കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും നോക്കിക്കേ, എ പ്ലസ് എ അഥവാ 2a ഈക്വൽസ് എന്ന് പറയാം, 4 എന്ന് പറയാം. എ ഈക്വൽസ് എന്ത് വരും, 4/2 2. അടുത്ത് ബി എന്ന് പറയാം, ബി പ്ലസ് 0. ബി പ്ലസ് 0 ബി ആണ്, ഈക്വൽസ് എന്ത് വരും, 3 വരും. ബി ഈക്വൽസ് 3. അടുത്ത് സി പ്ലസ് 0, സി തന്നെയാണ്, ഈക്വൽസ് എന്തുണ്ട്, 2. അടുത്ത് നോക്കിയേ, ഡി പ്ലസ് ഡി, ഡി പ്ലസ് ഡി എന്താകും, 2d ഈക്വൽസ് എന്ത് വരും, 6. സോ ഡി ഈക്വൽ ടു എന്ത് പറയാം, 6/2 3 എന്ന് പറയാം. അപ്പോൾ നമ്മളുടെ കുറച്ച് പേരുകളും എന്താണ് അതിൽ നിന്നുള്ള നമ്പറുകളും കാര്യങ്ങളുമാണ്. അപ്പോൾ എ എന്തിന് കറസ്പോണ്ട് ചെയ്യുന്നു, ഓക്കെ, എ എന്ന് പറയുന്ന പേര് ഏതിന് കറസ്പോണ്ട് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന ലെറ്റർ ഏതിന് കറസ്പോണ്ട് ചെയ്യുന്നു, സി ഏതിന് കറസ്പോണ്ട് ചെയ്യുന്നു, ഡി ഏതിന് കറസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള ജസ്റ്റ് നമ്മൾ കറക്റ്റ് ചെയ്ത അഡീഷൻസ് എന്താണോ ആ ഒരു ഓപ്പറേഷൻ കറക്റ്റ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത്, ഇഫ് എ ഈക്വൽസ് മെട്രിക്സ് A0 AA, B equals BB 0B, then find the condition A plus B is a skew symmetric matrix. Okay, A plus B skew symmetric ആകണമെങ്കിലുള്ള കണ്ടീഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം, A plus B കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കാം, A plus B കണ്ടുപിടിക്കാം. ഇത് 2024 സെയുടെ ആണ് കേട്ടോ. മുമ്പ് നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്ത ഏതായിരുന്നു, നേരത്തെയും വർക്കൗട്ട് ചെയ്യുന്നത് സേ ആയിരുന്നു. അതിന് മുമ്പ് വരെ നമ്മൾ ചെയ്തതൊക്കെ എന്തായിരുന്നു, ഇതും സേ ആണ് അല്ലേ. 2-3 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഇവിടെ സേ ആയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നമ്മൾ ചെയ്തായിരുന്നു എന്ത്, നമ്മൾ ഏകദേശം എന്താണ്, സിമെട്രിക് മെട്രിക്സ്, സം ഓഫ് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആയിട്ട് എഴുതി വെച്ചത് വരെ എന്തായിരുന്നു, 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം MCQും ഈ ഒരു ABCD കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്തായിരുന്നു, സേ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത് A plus B. അപ്പൊ നമുക്കിവിടെ A plus B സ്ക്യൂ സിമെട്രിക് ആകണമെങ്കിൽ എന്ത് കണ്ടീഷൻ വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം എന്ത് കണ്ടുപിടിക്കാം, A plus B കണ്ടുപിടിക്കാം. A plus B എന്ത് വരും, A plus B, ഇവിടെ A plus B വരും. ഓക്കെ, അടുത്ത്
0 പ്ലസ് ബി 0 പ്ലസ് ബി 0 പ്ലസ് ബി ബി ആണ്. ഓക്കെ, അടുത്ത് എ പ്ലസ് 0 എന്താണ്? എ ആണ്. അടുത്ത് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കിട്ടും. നമുക്കറിയാം സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ നമുക്ക് ഇവിടെ നിന്ന് പറയാം എ പ്ലസ് ബി ഷുഡ് ബി ഈക്വൽ ടു 0, എ ഈക്വൽസ് മൈനസ് ബി. ഓക്കെ, അപ്പൊ എയുടെ വാല്യൂ എന്ത് വരണം? മൈനസ് ബി ആയിരിക്കണം. നോക്കിക്കേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ, ഇവിടെ മൈനസ് ബി വരും. ഇവിടെ നമുക്ക് എലമെന്റ് കറക്റ്റ് ഏതാണെന്ന് നെഗറ്റീവ് വാല്യൂ വന്നിട്ടുണ്ട്. ഇതും 0 ആകും, ഇതും 0 ആകും. സോ എ ഷുഡ് ബി ഈക്വൽ ടു നെഗറ്റീവ് ബി. അതാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഷോ ദാറ്റ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. അപ്പൊ അതിന് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? LHS എടുക്കാം. LHS എടുക്കാൻ ആദ്യം എന്ത് ചെയ്യണം? എ ബി കണ്ടുപിടിക്കണം. എ ബി എന്ത് വരും? നോക്കിക്കേ, എ ടൈംസ് ബി. ഓക്കെ, എ ടൈംസ് ബി എ ബി പ്ലസ് 0. അടുത്ത് രണ്ടാമത് എന്ത് വരും? എ ടൈംസ് എ ബി പ്ലസ് 0. അടുത്ത് എ ടൈംസ് ബി എ ബി, എ ടൈംസ് ബി അല്ലേ, എ ബി പ്ലസ് 0. അടുത്ത് എ ടൈംസ് ബി എ ബി പ്ലസ് എ ബി. എ ബി പ്ലസ് എ ബി എത്ര വരും? 2ab. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം, LHS. ഓക്കെ, ഇതിപ്പോ എത്രാമത്തെയാണ്? രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ കണ്ടിന്യൂസ് ആണിത്. അപ്പൊ ആദ്യം LHS എന്താ പറയുന്നത്? എ ബി ദ ഹോൾ ട്രാൻസ്പോസ്. അത് ഇതിന് എന്തെടുക്കുക? ട്രാൻസ്പോസ് എടുക്കുക. അപ്പൊ എങ്ങനെ വരും? എ ബി 2ab. ഓക്കെ, ട്രാൻസ്പോസ് എടുത്താൽ നമ്മൾ ആ ഒരു രീതിക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നത്? എ ബി ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ചെയ്യുക. അപ്പൊ അതിനാദ്യം ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. അപ്പൊ ആദ്യം എന്ത് എഴുതാം? ബി ട്രാൻസ്പോസ്. ബി ട്രാൻസ്പോസ് എന്താ? ഇതിന്റെ ട്രാൻസ്പോസ് ആണ്. ഇതിന്റെ എങ്ങനെ വരും? B0 BB. ഓക്കെ, അടുത്ത എ ട്രാൻസ്പോസ് എന്ത് വരും? ഈ തന്നിട്ടുള്ളതിന്റെ ട്രാൻസ്പോസ് ആണ്. സോ AA 0A. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ. നോക്കിക്കേ, ബി ടൈംസ് എ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എ ബി തന്നെയാണ്. 0 ടൈംസ് 0 0. അടുത്ത് ബി ടൈംസ് എ ബി ആണ്. 0 ടൈംസ് 0 ആണ്. സോ അതും എ ബിയിൽ അവസാനിക്കും. അടുത്ത് ബി ടൈംസ് എ ബി ആണ്. 0 ടൈംസ് ബി 0. അടുത്ത് ബി ടൈംസ് എ ബി, ബി ടൈംസ് എ ബി. സോ എന്ത് കിട്ടും? 2ab കിട്ടും. ഇത് തന്നെ അല്ലേ മക്കളെ? നമുക്ക് ഇവിടെ നോക്കിക്കേ, LHSും കിട്ടിയത്. സോ നമുക്കിത് എന്താണ്? അപ്പൊ LHSും ഇവിടെ നമുക്ക് എന്ത് പറയാം? LHSും RHSും ഈക്വൽ ആണ്. ഓക്കെ, സോ എന്ത് പറയാം? ഹെൻസ് പ്രൂവ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇത് എഴുതി വെച്ചാലും മതി. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ആദ്യം എന്താ ചെയ്തത്? ഫസ്റ്റ് നമുക്ക് ഇത് സിമ്മട്രിക്, സ്ക്യൂ സിമ്മട്രിക് ആകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ ആണ്. സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് മെട്രിക്സ് വന്നത്. നമുക്കറിയാം സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ ഡയഗണൽ എലമെന്റിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ A ഈക്വൽ ടു മൈനസ് ബി കിട്ടും. ഇനി അടുത്തത് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണെന്ന് ഇവിടെ ഇതുകൊണ്ട് കാണിക്കുക. അപ്പൊ ആദ്യം എ ബി കണ്ടുപിടിക്കുക, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അതിനുശേഷം ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് നോക്കുമ്പോൾ സെയിം ആൻസർ ആണ് എത്തിയിരിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് പറയാം. അടുത്തത് ഇത് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തതാണ്, ജസ്റ്റ് ഒന്നും കൂടെ നമ്മൾ എടുത്തു വെച്ചതാണ്, ആവശ്യം വന്നിട്ടില്ല. ഓക്കെ, അടുത്ത എന്താണ്? കൺസ്ട്രക്ട് എ 2x2 മെട്രിക്സ്. ഓക്കെ, എങ്ങനത്തെയാണ്? AIJ. കൺസ്ട്രക്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക, ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഒരു 2x2 മെട്രിക്സ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. 2x2 ആയതുകൊണ്ട് നമുക്ക് A എങ്ങനെ എഴുതാം? A ഷുഡ് ബി A11 A12 A21 A22. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞേ? AIJ ഈക്വൽ ടു I മൈനസ് ജെ. AIJ എന്ന് പറയുന്നത് എന്താണ്? AIJ എന്ന് പറയുന്നത് I മൈനസ് ജെ ആണ്. ഓക്കെ, അപ്പൊ A11 എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ? 1 മൈനസ് 1 0 ആകും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. A11 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 മൈനസ് 1 0 വരും. A12 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 മൈനസ് 2 മൈനസ് 1 വരും.
അടുത്ത് A21 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മൈനസ് 1 2 2 മൈനസ് 1 1 വരും. അടുത്ത് A22 എന്ന് പറഞ്ഞാൽ എന്ത് വരും? നോക്കിക്കേ, A22 എന്ന് പറഞ്ഞാൽ 2 മൈനസ് 2 0 കിട്ടി. അപ്പൊ നമ്മളുടെ A എന്ന് പറഞ്ഞ മെട്രിക്സ് ഒന്ന് എഴുതി നോക്കാം. A എന്ന് പറഞ്ഞ മെട്രിക്സ് എങ്ങനെയായിരിക്കും വരുന്ന മക്കളെ? ആദ്യം A11 0, A12 മൈനസ് 1, A21 1, A22 0. ക്ലിയർ അല്ലേ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത് A എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? A ട്രാൻസ്പോസ് എങ്ങനെ വരും? 0 1 മൈനസ് 1 0. ഇവിടെ നമുക്ക് A കോമൺ ആയിട്ട് -1 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്ത് കിട്ടും? 0 1 മൈനസ് 1 0. സോറി, മൈനസ് വരും, ഇവിടെ പ്ലസ് ആകും കേട്ടോ. ഇതല്ലേ നമുക്ക് A എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് A ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ത് എഴുതാം? A ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് A എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? നമ്മളൊരു 2x2 മെട്രിക്സ് അതിന്റെ എലമെന്റ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. ആ ഒരു പ്രോപ്പർട്ടി വെച്ച് നമ്മൾ എല്ലാ എലമെന്റ്സും കണ്ടുപിടിച്ചു, മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി ആ മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് നമ്മൾ എടുത്തു വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A ട്രാൻസ്പോസ് ഈക്വൽ ടു നെഗറ്റീവ് A എന്ന് പറഞ്ഞ് കിട്ടി. അടുത്താണ് if A equals 2 1 minus 3 1 4 6 minus 3 A 2 is symmetric, find the value of A. ഇത് സിമ്മട്രിക് ആണെങ്കിൽ A യുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. സിമ്മട്രിക് ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? A ട്രാൻസ്പോസ് ഈക്വൽ ടു A വരണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? A ട്രാൻസ്പോസ് എങ്ങനെ വരും? 2 1 minus 3 1 4 A minus 3 6 2. ഇനി എന്താണ് വേണ്ടത്? ഈക്വൽ ടു A വരണം. 1 4 3 ഓക്കെ. ഇനി എന്ത് വരണം? A വരണം. അതായത് നമുക്ക് ആ കിട്ടിയ അതേപോലെ തന്നെ എഴുതാം. 2 1 minus 3 1 4 6 minus 3 A 2. ഓക്കെ, സോ ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ബാക്കി എല്ലാവരും നോക്കിക്കേ. 2 2 ഈക്വൽ ആണ്, -1 ഈക്വൽ ആണ്, 1 1 ഈക്വൽ ആണ്, 4 4 ഈക്വൽ ആണ്. ഓക്കെ, 2 2 ഈക്വൽ ആണ്, -3 ഈക്വൽ ആണ്. -3 ഓക്കെ, 2 2. സോ നമുക്ക് ഇവിടെ എന്ത് വരും? ഇവിടെ സിമ്മട്രിക് എന്നല്ലേ പറഞ്ഞ 6A. ഓക്കെ, അപ്പൊ A ഷുഡ് ബി ഈക്വൽ ടു എന്ത് വരണം? 6 വരണം. അപ്പൊ A ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 6 വരാം. ഇവര് ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്താകണം? ഈക്വൽ ആണ്. ഇവിടെ A വന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത്? 6 ആണ്. അപ്പൊ അതും കൂടി ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? സിമ്മട്രിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ A ഷുഡ് ബി ഈക്വൽ ടു 6. അടുത്ത ചോദ്യമാണ് എക്സ്പ്രസ് ദ മെട്രിക്സ് A ഈക്വൽസ് മെട്രിക്സ് 4 0 3 5 1 2 6 2 7 as the sum of symmetric and skew symmetric matrix. സമ്മ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതുക. അപ്പൊ നമുക്ക് A നമുക്ക് സ്റ്റെപ്പ് ബാക്കി നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം A എങ്ങനെ വരും? 4 0 3 5 1 2 6 2 7. അടുത്ത് എന്ത് കണ്ടുപിടിക്കുക? A ട്രാൻസ്പോസ് എങ്ങനെ വരും? 4 5 6 0 1 2 3 2 7. ഇനി എന്ത് കണ്ടുപിടിക്കുക? A പ്ലസ് A ട്രാൻസ്പോസ്. ഓക്കെ, A പ്ലസ് A ട്രാൻസ്പോസ് ഇത് തമ്മിൽ കൂട്ടുക. സോ 8 5 9 5 2 4 9 4 14. ഓക്കെ, ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? A മൈനസ് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. A മൈനസ് A ട്രാൻസ്പോസ് എങ്ങനെ വരും? എയിൽ നിന്ന് A ട്രാൻസ്പോസ് കുറയ്ക്കുക. സോ 4 മൈനസ് 4 0 0 മൈനസ് 5 -5 3 മൈനസ് 6 -3 5 മൈനസ് 0 5 1 മൈനസ് 1 0 2 minus 1 0, sorry 2 minus 2 0, 6 minus 3 3, 2 minus 2 0, 7 minus 7 0.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എ പ്ലസ് എ ട്രാൻസ്പോസും കിട്ടി, എ മൈനസ് എ ട്രാൻസ്പോസും കിട്ടി. ഇനി എന്ത് ചെയ്താൽ മാത്രം മതി? നമുക്ക് ഇതിന്റെ പകുതി കണ്ടുപിടിക്കാം. സോ പി ഈക്വൽസ് നമുക്ക് എന്ത് പറയാം? എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2. അപ്പൊ എങ്ങനെ വരും? 8/2, 5/2, 9/2, 5/2, 2/2, 4/2. സോ ഇതിന്റെ പകുതി വരുമ്പോഴോ 9/2, 4/2, 14/2. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഇവിടെ നോക്കി അറിയാം എന്തൊക്കെ വരും. സോ 8ഉം 8/2 വരുമ്പോൾ 4 വരും. ഓക്കെ, അതുപോലെ 2/2 നമുക്ക് പറയേണ്ട പകരം എന്ത് പറയാം? 1 പറയാം. 4/2 നമുക്ക് മൊത്തം പറയണ്ട, പകരം എന്ത് പറയാം? അല്ലെങ്കിൽ 4/2ന്റെ വാല്യൂ എത്രയാ? 2. 9/2 ഇല്ല, 4/2ന്റെ വാല്യൂ എത്രയാ? 2 ആണ്. അടുത്ത് 14/2 എന്ത് വരും? 7. സോറി, സോ 1 ഇവിടെ എത്രയായിരുന്നു വന്നിട്ടുണ്ടായിരുന്ന? 14/2. 14/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ആണ്. ഓക്കെ, അടുത്തിനി എന്താണ്? ക്യൂ. ഇതെന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് സിമ്മട്രിക് ആണ്. ഇതെന്താണ്? സിമ്മട്രിക് മെട്രിക്സ് ആണ്. അടുത്ത് അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം? എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 കണ്ടുപിടിക്കാം. ക്യൂ ഈക്വൽസ് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2. എ മൈനസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. സോ 8 മൈനസ് 0 8, 8/2 4, 5 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ 5 + 5 10, 10/2. ഓക്കെ, നമ്മളിവിടെ പകുതി എടുക്കുന്നുണ്ട്. സോ 10/2. 9 മൈനസ് -3. 9 മൈനസ് -3 എത്ര വരും? മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ 9 + 3. 9 + 3 എത്ര വരും? 12 വരും. ഓക്കെ, ബൈ 2 ഉണ്ട്. അടുത്ത ഇതുപോലെ 5 മൈനസ് 5 0, 0/2 0. 2 മൈനസ് 0 2, 2/2. അടുത്ത് 4 മൈനസ് 4, 4 മൈനസ് 4 എത്ര വന്നു? 0. 9 മൈനസ് 3. 10 മൈനസ് 3 എത്രയാവുന്നു മക്കളെ? നോക്കിയിട്ട് പറഞ്ഞേ. 9 + 3 അല്ലേ? മൈനസ് ആണ്. നമ്മൾ വീണ്ടും മൈനസ് ചെയ്യണ്ട അല്ലേ? സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ. ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോയതാണ്. നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ പകുതി എടുത്താൽ മതി. ഇവിടെ നമ്മൾ പകുതിയല്ലേ എടുത്താൽ, അതുപോലെ ഇവിടെയും പകുതി എടുത്താൽ മതി. എന്ത് വരും? 0 മൈനസ് 5/2 മൈനസ് 3/2, 5/2 0 0, 3/2 0 0. ഇതെന്തായിരിക്കും മക്കളെ? ക്യൂ എന്ന് പറയുന്നത് ക്യൂ സിമ്മട്രിക് ആയിരിക്കും. ക്യൂ സിമ്മട്രിക് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? A ഈക്വൽസ് P പ്ലസ് Q എന്ന് പറഞ്ഞ് എഴുതാം. ക്ലിയർ ആയല്ലോ? അപ്പൊ P എന്ന് പറയുന്നത് സിമ്മട്രിക് ആണ്, Q എന്ന് പറയുന്നത് Q സിമ്മട്രിക് ആണ്. സോ A ഈക്വൽസ് P പ്ലസ് Q എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ ഈ ഒരു മോഡലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം. If A equals matrix 1 3 -2 4, then show that A square minus 5A plus 10I equals 0. നമ്മൾ ഇതേ സെയിം മോഡലിൽ നേരത്തെ ചെയ്ത 1 3 -2 4, 1 3 -2 4, 1 3 -2 4 ആണോ നേരത്തെ ചെയ്ത് നോക്കട്ടെ. -4 ഇതല്ല. 1 3. ഓക്കെ, ചെറിയൊരു വ്യത്യാസമാണ്. നോക്കിക്കേ, നേരത്തെ നമ്മൾ ചെയ്ത ചോദ്യം എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ്. ചെറിയ നമ്പറിൽ മാത്രം എന്തുണ്ട്? ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ മോഡലിൽ തന്നെയാണ് നമുക്ക് എന്തും ചെയ്യേണ്ടത്. ഇവിടെ ഈ ഒരു ചോദ്യവും ചെയ്യേണ്ട കേട്ടോ. ഇതല്ല ഇത്. അപ്പൊ ഈ ഒരു ചോദ്യം നോക്കാം. A equals 1 3 -2 4, then show that A square minus 5A plus 10I equals 0. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കാം? A square. A square എന്താണ്? A times A ആണ്. A times A എങ്ങനെ വരും? 1 3 -2 4 times 1 3 -2 4. Okay, 1 times 1 1,
3 times minus 2 minus 6. 1 times 3 3. 3 times 4 12. Minus 2 times 1 minus 2. 4 times minus 8 minus 4 times minus 2 minus 8. Minus 2 times 3 minus 6. 4 times 4 16. Okay, then എങ്ങനെ വരും മക്കളെ? 1 minus 6 minus 5. 3 plus 12 15. Minus 2 minus 8 minus 10. Minus 6 plus 16 10. ആ ഒരു മോഡൽ വരും. അപ്പോൾ എ സ്ക്വയർ കിട്ടിയല്ലോ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? മൈനസ് 5a. മൈനസ് 5a എങ്ങനെ വരും മക്കളെ? 5 കൊണ്ട് a മൾട്ടിപ്ലൈ ചെയ്യുക. സോ 5 15 മൈനസ് 10 20. അടുത്തിന് എന്താ വേണ്ടത്? 10i ആണ്. അപ്പോൾ 10i എന്ത് വരും? സ്കേലാർ മെട്രിക്സ് ആണ്. വിത്ത് എൻട്രീസ് 10 10 10 0 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളുടെ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. എന്താണ്? എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 10i ആണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അതെങ്ങനെ വരും നോക്കിക്കേ. എ സ്ക്വയർ എത്രയാണ്? മൈനസ് 5 15 മൈനസ് 10 10 മൈനസ് 5a എന്താണ് നോക്കിക്കേ? 5a ആണ്. 5a എന്ന് പറഞ്ഞാൽ 5 15 മൈനസ് 10 20 ആണ്. ഓക്കെ, 5 15 മൈനസ് 10 20 പ്ലസ് എന്തുണ്ട്? 10i ഉണ്ട്. സോ 10 0 0 10. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മൈനസ് 5 പ്ലസ് 10 മൈനസ് 5 പ്ലസ് 10 15 മൈനസ് 15 10 മൈനസ് ഓഫ് മൈനസ് പ്ലസ്. സോ എങ്ങനെ വരും? 10 പ്ലസ് 10 മൈനസ് 10 പ്ലസ് 10. അടുത്ത് 10 മൈനസ് 20 10 മൈനസ് 20 പ്ലസ് 10. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിക്കേ. മൈനസ് 10 പ്ലസ് 10 0. 15 മൈനസ് 15 0. മൈനസ് 10 പ്ലസ് 10 0. 10 പ്ലസ് 10 20. 20 മൈനസ് 20 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഇത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? 0യിലേക്ക് ആൻസർ കിട്ടി. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമുക്ക് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്തൊക്കെ കോൺസെപ്റ്റ് കാര്യങ്ങളാണോ പഠിക്കാനുള്ള എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇതോടുകൂടി നമുക്ക് ക്ലിയർ ആകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് ഡിറ്റർമിനൻസുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.